തമിഴ് മകൾ, സിംഗപ്പെണ്ണ്, കാക്കി കുപ്പായമണിഞ്ഞ മാലാഖ, നീതിക്ക് മുന്നിൽ ഉറച്ചു നിന്നവൾ, അനീതിക്ക് മുന്നിൽ തലകുനിക്കാത്തവൾ, വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ കണ്ണു മഞ്ഞളിക്കാത്തവൾ, ഭീഷണികൾക്ക് മുന്നിൽ തകർന്നു പോകാതെ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ നിരപരാധികളായ 2 കുടുംബങ്ങൾക്കുമൊപ്പം നീതി കിട്ടുന്നതുവരെ കൂടെ നിന്ന ആ സിംഗപ്പെണ്ണിനിരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്. 2020 ജൂലൈ മാസം 19-ാം തീയതി രാത്രി 9:15 തൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ തിരക്കേറിയ ചില ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മധ്യവയസ്കനായ ജയരാജ്. ആ സമയം അതുവഴി കടന്നു വന്ന നമ്മുടെ സാത്താൻകുളത്തിലെ പോലീസുകാർ ജയരാജിൻ്റെ കടയിലേക്ക് കയറുന്നു. കോവിഡ് സമയപരിധി ലംഘിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ലോക്കപ്പിലേക്ക് ഇടുന്നു. വളരെ സമയം കഴിഞ്ഞിട്ടും പിതാവിനെ കാണാതായ മകൻ ബെന്നിക്സ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നു. ബെന്നിക്സ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് കാണാൻ കഴിഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു കൂട്ടം പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം അതിനെ എതിർക്കുകയുണ്ടായി. പോലീസുകാരെ എതിർത്തു എന്ന കാരണത്താൽ ബെന്നിക്സിനെയും ലോക്കപ്പിൽ അടയ്ക്കുകയുണ്ടായി. ഏകദേശം 9:45 മുതൽ തുടർന്ന പീഡനം പുലരുവോളം പുലർച്ചെ 3 മണി വരെ ക്രൂര പീഡനം പോലീസുകാർ മാറി മാറി അച്ഛനെയും മകനെയും മർദ്ദിക്കുകയുണ്ടായി. അവരെ വിവസ്ത്രരാക്കി. മർദ്ദിച്ച അവശരായ വ്യക്തികൾക്ക് വെള്ളം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടത് നമ്മുടെ മാലാഖയായിരുന്നു. റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രൂരമർദ്ദനത്താൽ ആന്തരാവയവങ്ങൾക്കേറ്റ ക്ഷതം, നിർത്താതെയുള്ള അമിത രക്തപ്രവാഹം. ഇതാണ് പിതാവിൻ്റെയും മകൻ്റെയും മരണത്തിനിടയാക്കിയത്. ഇതിനൊക്കെ സാക്ഷിയായി നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ രേവതി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവളൊരു ദൃഢനിശ്ചയമെടുത്തു. ഇടയ്ക്കെപ്പോഴോ കാപ്പിയുമായി ഇവരുടെ അടുക്കലേക്ക് കടന്നു പോയ അവൾ ആ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ച കണ്ട് നടുങ്ങി നിന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 2 ശരീരങ്ങൾ. പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കുന്ന സമയത്ത് നിരവധി വസ്ത്രങ്ങൾ ഇവർക്ക് മാറ്റാൻ കൊടുക്കേണ്ടതുണ്ടായി. അത്രയ്ക്കുണ്ടായിരുന്നു അവരുടെ ആന്തരിക രക്തസ്രാവം. അങ്ങനെ ജൂലൈ മാസം 22, 23 എന്നീ തീയതികളിൽ ആ പിതാവും മകനും ഈ ലോകത്തോട് യാത്രയായി. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഈ നിരപരാധികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്ര ക്രൂരമർദ്ദനമേറ്റ് ഈ ലോകത്തോട് വിട പറയാൻ ഇടയായത്? അതിന് കാരണക്കാരായ ആ ദുഷ്ടന്മാരെ നീതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ രേവതി ദൃഢനിശ്ചയം എടുക്കുകയുണ്ടായി. നീണ്ട 5 വർഷങ്ങളുടെ നിയമ നടപടികൾക്കൊടുവിൽ പരമോന്നത നീതിന്യായ പീഠം ആ 9 നരാധമന്മാർക്കും തൂക്കുകയർ തന്നെ വിധിച്ചു. ഭീഷണിയുടെ മുന്നിൽ തകർന്നു പോകാതെ സ്വന്തം കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പിതാവിനും മകനും വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയ ആ കരുത്താണ്, ആ മനസ്സാണ് നമ്മുടെ കോൺസ്റ്റബിൾ രേവതി. അവർക്കിരിക്കട്ടെ അന്നത്തെ ബിഗ് സല്യൂട്ട്.